അടുത്ത വീട്ടിൽ തേങ്ങ ചിരണ്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിരട്ടയെങ്കിലും ചിരണ്ടണ്ടേ എന്നുള്ള പഞ്ചായത്ത് ഇലക്ഷനെ മുന്നിട്ട് കൊണ്ട് തന്നെ അവരുടെ ഓരോ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അടുത്ത വീട്ടിൽ തേങ്ങ ചിരണ്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിരട്ടയെങ്കിലും ചിരണ്ടണ്ടേ എന്നുള്ള അവരുടെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണ് ഈ ഒരു അവിശ്വാസ പ്രമേയം എന്ന് ഈ സമയം ഇവിടെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കേരള സർക്കാരിനെതിരെ വരെ, പിണറായി വിജയനെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരെ അഴിമതി ആരോപണങ്ങളും ഇവിടെ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്നയാൾ കൊലക്കേസ് വരെ നടത്തിയിട്ടുണ്ട്, കൊല വരെ ചെയ്തിട്ടുണ്ടെന്ന് സ്വന്തം പാർട്ടി MLA ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെല്ലാം സാധാരണക്കാരുടെ ജനങ്ങളുടെ മുന്നിൽ കള്ളത്തരം മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇത്തരം കാപട്യങ്ങൾ വിജൂരി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ അംഗീകരിക്കും. നാണം കെട്ട ഭരണക്കാര്, നിങ്ങൾക്കിനിയും മാപ്പില്ല. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്നത് കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നുകയാണ് ഇവരോട്. കാരണം അവനവൻ്റെ കണ്ണിൽ വലിയൊരു തടി കഷ്ണം ഇരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ കണ്ണിൽ ചെറിയൊരു കരട് തോണ്ടാൻ വേണ്ടി പോകുന്നതെന്ന് കാണുമ്പോൾ ദുഃഖം തോന്നുകയാണ്. നമുക്കറിയാം, പുന്നത്തറ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വിജൂരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുക, അതല്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്ന ഒരൊറ്റ ഗൂഢലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇന്നിവിടെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ച. അവർക്കറിയാം 7 പേരെ ഞങ്ങളുള്ളൂ, ഭൂരിപക്ഷം നമ്മുടെ കയ്യിലാണ്. എന്നിരുന്നാലും അവർക്ക് എന്തെങ്കിലും സമരപരിപാടികൾ വേണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ മാത്രം നടത്തിയ ഇതിനെ കണ്ടാൽ മതി. നമുക്കറിയാം, ഇവിടെ നാട്ടിലോട്ടിറങ്ങിയാൽ പോസ്റ്ററുകൾ നിരന്നു നിൽക്കുന്നത് കാണാം. അതാരാ? ഇവിടുത്തെ ഭരണസമിതിയുടെ ഒരു അംഗം പോലും അല്ല. ഇവിടെ ഓഡിയോ ക്ലിപ്പുകൾ പറന്നു നടന്നു, അതാരുടെയാ? ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളുടെ അല്ല. സ്വന്തം അഴിമതി മറച്ചു വെക്കുന്നതിന് വേണ്ടി ഹീനമായ വാക്കുകൾ പറഞ്ഞ് ഇവിടുത്തെ ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കുന്ന ഇത്തരം പ്രവണത സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടാൻ ഞങ്ങൾക്കൂടെ കിട്ടിയ അവസരമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. സമര പോരാട്ടങ്ങളുമായി ഇവർക്കൊപ്പം തന്നെ ഞങ്ങളും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ച് വളരെ ആശാവഹമായി നടക്കുന്ന ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ ഇഴത്തി കാണിക്കുന്ന ഇവർക്കെതിരെ ശക്തമായ സമരപരിപാടി പ്രതിഷേധവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഈ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് കാട്ടിക്കൂട്ടുന്ന ആ തോന്നിവാസവും കൊള്ളരുതായ്മയും അഴിമതിയും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും അതൊരു പൊതു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവിശ്വാസ പ്രമേയം സാങ്കേതികമായി ചർച്ചയ്ക്ക് എടുത്തില്ല എങ്കിൽ പോലും നമുക്കറിയാം, UDFിലെ തന്നെ ഏതാണ്ട് 5ഓളം മെമ്പർമാർ ഈ വൈസ് പ്രസിഡന്റിനെതിരെ നിലപാടെടുക്കുകയും അവർ അവിശ്വാസ പ്രമേയം ചർച്ച വന്നാൽ ചർച്ചാ സമയത്ത് വൈസ് പ്രസിഡന്റിനെതിരെ വർത്തമാനം പറയുമെന്ന നേതൃത്വത്തെ അറിയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഇന്ന് ഈ പ്രമേയ ചർച്ചയ്ക്ക് ബഹിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായിട്ട് ഇത് അവതരിപ്പിച്ചില്ല എങ്കിൽ പോലും ജനങ്ങളുടെ മുമ്പിലും ഈ പഞ്ചായത്തിലെ മെമ്പർമാരുടെ മുമ്പിലും അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയും. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഏത് പ്രശ്നമാണോ അത് അതിൻ്റേതായ അർത്ഥത്തിൽ സഹമെമ്പർമാരും ഏറ്റെടുത്തു. അവരുടെ പാർട്ടിക്കുള്ളിലും അവരെ ഭീഷണിപ്പെടുത്തിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ടിടപെട്ട് ബാക്കിയുള്ള മെമ്പർമാരെ ഭീഷണിപ്പെടുത്തി വിപ്പ് നൽകി ഭീഷണിപ്പെടുത്തിയാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുവാൻ അവരെ അനുവദിക്കാതിരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും പോരാട്ടം തുടരും. വൈസ് പ്രസിഡന്റിൻ്റെ ഈ അഴിമതിയും അതുപോലെ തന്നെ ധിക്കാരവും സഹമെമ്പർമാരെ കയ്യേറ്റം ചെയ്യുവാനും ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ പഞ്ചായത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി പെട്രോൾ ഒഴിച്ച് തീപ്പെട്ടിയെടുത്ത് കത്തിക്കാൻ ഒക്കെ ഉള്ള കാര്യങ്ങൾ പ്രസിഡന്റുമായി നിരന്തരം വഴക്കുണ്ടാക്കുക, സഹമെമ്പർമാരെ എല്ലാം കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുന്ന പൂരപ്പാട്ട് നടത്തുന്ന ഒരു ഇടമായി വിജയപുരം പഞ്ചായത്ത് അധപ്പതിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കടമ ഞങ്ങൾ നിറവേറ്റിയത്. അത് ഇനിയും പോരാട്ടം അതിശക്തമായി തുടരും എന്നതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്.